വിജയനോടാണ്. സിനിമ, ഫുട്ബോൾ, ഇത് രണ്ട് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഏതായിരിക്കും? ഫുട്ബോളും സിനിമയും. എക്സാമ്പിൾ, ഒരു കളി ഇവിടെ നടക്കുന്നു, ഇന്ത്യനെ പ്രതികരിച്ച് വിജയേട്ടൻ വരണം. അതുപോലെ തന്നെ നാട്ടിലിപ്പം പ്രഗത്ഭരായ ഡയറക്ടേഴ്സ്, എക്സാമ്പിൾ ഫുട്ബോൾ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും ഫുട്ബോൾ തന്നെ പോകും. ഒരു അക്കാഡമി പോലുള്ളത് എന്തായാലും ഫുട്ബോൾ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ഫുട്ബോൾ ഫീൽഡിൽ ഒരുപാട് അക്കാഡമി ഒക്കെ തുടങ്ങുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ സാറിന്റെ ഒരു തഗ്ഗിന്റെ അക്കാദമി തുടങ്ങാൻ വല്ല താല്പര്യമുണ്ടോ? ഇത് അങ്ങനെ ഒരു അക്കാഡമി നടത്തിയിട്ട് അതിൽ നിന്ന് കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. ഇതൊരു വായിക്ക് വന്ന് വിളിച്ചു പറയാന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് ഫാദറിൽ നിന്ന് കിട്ടിയതായിരിക്കാം, എവിടുന്നോ അതൊരു പണ്ട് ഇങ്ങനെ ആയിരുന്നു. അത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. അത് നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടിയാണല്ലോ ചേട്ടാ നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ, അതിനെ അങ്ങനെ കണ്ടാൽ ഇന്റർവ്യൂസ് കാണുമ്പോൾ പഴയ കുട്ടിക്കാലത്തെ ഇന്റർവ്യൂസ് ഇടയ്ക്ക് വൈറലായിരുന്നു ചേട്ടൻ ധ്യാനമൊക്കെ പറയുന്ന കമന്റ്സും ഒക്കെ. അപ്പൊ നമുക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് അവിടെ തോന്നുന്നത് നിങ്ങളത് പറയുന്നതിനേക്കാളും ഒരു പാരന്റിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു അച്ഛന്റെ മുമ്പിൽ ഇരുന്നാണ് ഇത് പറയുന്നത് അല്ലേ. അപ്പം അച്ഛൻ ചോദിക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മീര ജാസ്മിന്റെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ധ്യാനിന്റെ ആ പ്രായത്തില് ആ സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ പറയുമായിരിക്കും, ആ സമയത്ത് അച്ഛന്റെ മുന്നിൽ ഇരുന്ന് അങ്ങനെ ഒരു സംഗതി പറയുക, അങ്ങനെ ചോദിക്കുന്ന അച്ഛന്മാരോ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നിരിക്കും. അപ്പം ഒരു പാരന്റിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പാരന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ധ്യാൻ പറയുന്നത് പോലെ എന്തും പറയാൻ വിഷയങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ എങ്ങനെയാ കുട്ടീനെ മോളെ എങ്ങനെയാണ് ഒരു ആസ് എ പാരന്റ് ട്രീറ്റ് ചെയ്യുന്നത്? അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം ാണ് പലപ്പോഴും എന്തും പറയാം, എന്തും തുറന്നു പറയാം, നമുക്കൊരു സ്വാതന്ത്ര്യം പുള്ളി തന്നു. അപ്പൊ ഈ സ്വാതന്ത്ര്യം ഇവിടെ ഇതിനൊക്കെ ഒരു അതിർവരമ്പുണ്ടല്ലോ, എന്തും പറയാം. പക്ഷെ ആ അതിർവരമ്പ് നമ്മൾ ക്രോസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞ സ്പർദ്ധ ഉണ്ടായത്. അതിർവരമ്പ് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും. അപ്പോ എന്റെ മകള് നമ്മൾ ഇന്നത്തെ ജനറേഷനിലെ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ നമ്മളുടെ ഈ ജനറേഷനിൽ വന്ന ഒരാളാണ്. അപ്പൊ അവരുടെ ജീവിതം, അവരെ ചിന്തിക്കുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി വേറെയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഞാൻ വളർന്നത് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതൊന്നും ഞാൻ പകർന്നു കൊടുക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. അവരെങ്ങനെയാണോ അവരെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും. ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുക, ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവർ കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാരണം ഇപ്പം മറ്റേ റീൽസും ഷോർട്സ് ഒക്കെയാണ് 5 വയസ്സിലും 6 വയസ്സിലൊക്കെ അവർ കാണുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഡോപ്പമിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീൽ നമ്മൾ കാണുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മൾ ആ സാധനം കണ്ട ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണം. അപ്പൊ നമ്മൾ അടുത്തലോട്ട് പോകും. കാരണം അത്ര സമയം വേണുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് എന്ത് പറ്റും, പേഷ്യൻസ് ഇല്ലാതെ ഒരു സാധനം കുത്തിയിരുന്ന് വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കില്ല. TV കാണാൻ പറയുമ്പോൾ അവർക്കൊരു സിനിമ മൊത്തം ഇരുന്ന് കാണാൻ എൻ്റെ മോൾക്ക് മടിയാണ്. പക്ഷെ ഷോർട്സ് കാണും, യൂട്യൂബിൽ ഇത് കാണും, ചെറിയ റീലുകൾ കാണും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ടോളറൻസ് കുറയും, ദേഷ്യം കൂടും. അപ്പൊ ഇതെല്ലാം കാലത്തിന്റെ ടെക്നോളജി മാറുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി നമ്മൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്ക്രീൻ ടൈം കുറക്കുക. കുറെ പുസ്തകം കൊടുത്തിട്ട് ഇത് കുത്തിയിരുന്ന് വായിക്കുന്നു പറഞ്ഞാൽ ആ കുട്ടി അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഇതൊക്കെ തന്നെ അവരുടെ ലൈഫിലേക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കുറച്ചു നേരം TV, കുറച്ച് പുസ്തകം, കുറച്ചിത്, അല്ലെങ്കിൽ എല്ലാത്തിന്റെ എക്സ്ട്രീമായി പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഭയങ്കര നേർഡി ആയിട്ടുള്ള ഗീക്കിഷ് ആയിട്ടുള്ള പുസ്തകങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഫെമിനിയെ പോലുള്ള ആളായി പോകും. എന്റെ മകൾ ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തു കഴിഞ്ഞു. TV മാത്രം കണ്ടിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ TVയും കുത്തിയിരുന്ന് സീരിയലും കണ്ട് അവസാനം മറ്റേ അമ്മായിമ്മ പോയി കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനത്തെ അവസ്ഥയിലായി ഇപ്പോൾ TV മാത്രമാണ്. അപ്പൊ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എല്ലാത്തിന്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇവർക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ഇന്ന സമയത്ത് ഇത്, ഇന്ന് ഇത്.
ഇന്ന് കുറച്ചു കാലം ഇതിന് വിടുക, ആ ക്ലാസ്സിന് വിടുക, ഇതിന് വിടുക. അങ്ങനെ പരാജയപ്പെട്ട ഒരു മാതാപിതാക്കളുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛനും അമ്മയും. എന്നെ ഇങ്ങനെ പലതും പറഞ്ഞു വിടുകയും ഈ ചിന്തയാണ് ബേസിക്കലി, അത് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ അവർ വളരുന്ന അവരുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ, കാരണം വിജയേട്ടൻ ഇപ്പൊ ഒരു അച്ചാച്ചനാണ് അല്ലെ, അച്ചാച്ചനാണ്. കുട്ടികളാണ്. അപ്പൊ ഇവരെയൊക്കെ ഇവരൊരിക്കലും നമ്മൾ പറയണ കേൾക്കണം. സത്യമായിട്ടും അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ്. എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. 2 വയസ്സായിപ്പോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം മൊബൈലിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു രക്ഷയില്ല. ഭക്ഷണം കഴിക്കുന്ന ഫോൺ ഫ്രണ്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമാണ്. അല്ല, നല്ലതായിരുന്നു, പഠിക്കില്ലെന്ന് മാത്രം. പഠിക്കില്ല. 5-5 കൊല്ലൊക്കെ തോറ്റിട്ടുണ്ട് ഞാൻ. അതറിയില്ല, ഞാൻ അറിയില്ല. 5-5 കൊല്ലൊക്കെ തോറ്റ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജോലി കിട്ടി പോലീസിൽ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് 5 കൊല്ലം തോറ്റനാണ് പോലീസിൽ ജോലി ചെയ്ത ചരിത്രത്തിൽ വിജയേട്ടൻ മാത്രമേ. അത് തീർച്ചയായിട്ടും അത് റിട്ടയർഡ് SBI ബാങ്കിലാണ് റിട്ടയർഡ് ചെയ്തത്. അപ്പൊ വെറുതെ അല്ല ലജൻഡ് എന്ന് വിളിക്കുന്നത്. ഞാനതിന് നിന്നില്ല. പക്ഷെ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, കുറെ കൊല്ലം പഠിച്ചു. അതിൽ ഏറ്റവും വലിയ വിറ്റ് ഞാനിപ്പോ ജഡ്ജിയിൽ വീട്ടിൽ പോയി. അയ്യന്തോട് ആള് വീട് എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ല, വിജയ് എൻ്റെ സീനിയർ ആയിരുന്നു. വിജയ് 5ൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊച്ചിയിലെ ജഡ്ജിനാണ് മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനവിടെ സംഭവം ജഡ്ജൊക്കെ എൻ്റെ കൂടെ പഠിച്ചതിന്. അപ്പൊ ഞാനിതെന്താ പറയാനോ അറിയോ. അപ്പൊ ഞാൻ ചേട്ടന് ഒത്തിരി പഠിപ്പുണ്ട്. അപ്പൊ ചേട്ടൻ എന്നെ ബലമായിട്ട് ഇത് പഠിപ്പിക്കുക, എനിക്ക് എൻ്റെ വല്ല മനസ്സിലാവണം. അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്, അടിക്കാനുള്ള അടിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അമ്മ വന്നിട്ട് നീ എന്തിനാ കരയണേന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്നില്ല പഠിക്കാൻ, ബലമായിട്ട് പഠിപ്പിച്ചിട്ട് തന്നെ അടിക്കണം അമ്മ. അപ്പൊ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എൻ്റെ അടുത്തല്ല, ചേട്ടൻ്റെ അടുത്ത്. അതൊക്കെയാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അമ്മ പറഞ്ഞത്, എടാ അവന് അറിയേണ്ട ഒരു ജോലിയുണ്ട്, അതിന് വിട്ടാ പോലെ. അവന് കളിക്കാനറിയാം, അവനെ പന്ത് കളിക്കാൻ വിടുക. അതുകൊണ്ടാണ്. അല്ല അമ്മ പറയുന്നത് ചേട്ടൻ പറഞ്ഞില്ല എന്ത് പഠിക്കരാന്ന്. എവിടെയും കാര്യമില്ല, ആകെ ദശമാണ്. അത് പാരൻസ് പഠിക്കുന്നത്. ഓരോ കുട്ടികൾക്ക് ഓരോ ടാലന്റ് ഉണ്ടാവും അല്ലേ? ഇല്ല, ടാലന്റ് ഇല്ലാത്ത ടാലന്റ് ഇല്ലാത്തത് നമ്മളൊക്കെ പഠിപ്പിലെ കാര്യം പറയാനായിരിക്കണം. ഇപ്പൊ ധ്യാനെ പോലെ അഭിനയിക്കാനായിരിക്കും, ഡയറക്ട് ചെയ്യാനൊക്കെ അതേപോലെ ഒരു ടാലന്റ്. അപ്പൊ അവരുടെ ഇതിന് വിടുക. അല്ലാണ്ട് നമ്മള് ബലമായിട്ട്. എൻ്റെ മോന് ഞാൻ MSPയിലൊക്കെ ഉണ്ടാക്കി പന്ത് കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പന്ത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവൻ തന്നെ എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ കളിച്ച നേരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ ഇഷ്ടം, ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, നിനക്ക് എന്താ ഇഷ്ടം. അപ്പൊ ഈസ്റ്റ് ബംഗാൾ 5 കൊല്ലമായിട്ട് 3 കൊല്ലമായിട്ട് ഈസ്റ്റ് ബംഗാളിലാണ്, 2 കൊല്ലം ഗോകുൽ FC വീഡിയോ അനലൈസറാണ്. ഫുട്ബോളിലാണ് നല്ലതെന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ പിടിക്കണം. ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ തമ്മിൽ കൂടിയാകും. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വിജയേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ചെയ്തതോ അതെനിക്ക് എനിക്കിന്റെ ഈ വീഡിയോ മനസ്സിലായി. ഞാനങ്ങനെ ഉപദ്രവിക്കാത്തതാണോ? ഞാൻ നിഷ്കളങ്കനായ ഉപദ്രവിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആരും ഉപദ്രവിക്കുന്നില്ല. തിരിച്ചു കിട്ടിയ ഫോണ് മറക്കാനാവാത്തൊരു ഫോണാണ് അത്. കുറെ ഉണ്ട്. അതിപ്പോ ഓർമ്മയായിട്ട് പറഞ്ഞ കുറെ ഉണ്ട്. അങ്ങനെ അത് കയ്യിലിരിക്കൊണ്ടാണ്. അതിപ്പോഴല്ലേ റീസെന്റ് അത് കളിക്കുമ്പോൾ സ്റ്റിച്ച് ഇട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടോ. അപ്പൊ അത് വെച്ചിട്ട് സ്റ്റിച്ച് വെച്ചിട്ട് കളിച്ചതാണ്. ഒട്ടിച്ചിട്ട് കളിച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പൊ പൊട്ടിയത് വന്ന. ഇപ്പൊ പിന്നെ ഓണല്ലായിരുന്നു. അപ്പൊ മനസ്സിലായില്ല എന്താണ് വീഴാനുള്ള കാരണം. കാശി ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താണ് ബിടെക് ചൂസ് ചെയ്തത്? കാര്യം ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ബിടെക് എടുക്കുന്ന കാര്യമില്ലാണ്. അല്ല, ആ സമയത്ത് നല്ല പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു ബിടെക്. അപ്പോ കാരണം MBBS ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കോർ ഒരു സാധനമുണ്ട്. അതിന് ബുദ്ധി വേണം, മനസ്സ് വേണം, വെറും മൈൻഡ് സെറ്റ് വേണം. അത് രണ്ടും. അപ്പോ ബിടെക് ചെയ്യാൻ ഇതൊന്നും വേണ്ട. വീട്ടുകാർ നമ്മളെ പറഞ്ഞു വിടുന്നു, ഇത് ചെയ്തോളൂ, ഇതാണെന്ന് പറയുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ പേര് ഈസി എന്ന് പറയും. ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
പേരിന് മാത്രം ഈസി ഉള്ളൂ. ഇതാണ് ഏറ്റവും പാട്. ഞാൻ ആ കോഴ്സാണ് തുടങ്ങിയത്. ഞാനും അതാണ് ചെയ്തത്. അത് ചോദിക്കാൻ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീനി സാറ് സജസ്റ്റ് ചെയ്തില്ലേ ഒരു ഫിലിം സൈഡിലേക്കോ അതിനെ പറ്റി ഇല്ല, ഇത് ഒരിക്കലും, കാരണം സിനിമയിൽ നിന്ന് നമുക്ക് ഒരിക്കലും അച്ഛനെന്തോ ഭാഗ്യം കൊണ്ടും പുള്ളിയുടെ കഴിവുണ്ട്. ഫസ്റ്റ് കഴിവ്, രണ്ടും ലക്കും ടാലന്റും. കാരണം ടാലന്റുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞ ഫാക്ടറുണ്ട്. അപ്പം ആ രണ്ട് ഫാക്ടേഴ്സും കൊണ്ട് അച്ഛനൊരു ഇതിലെത്തി. അപ്പൊ പുള്ളി അതിന്റെ എല്ലാ കയ്പും ബുദ്ധിമുട്ടുകളും സ്ട്രഗിളൊക്കെ അറിഞ്ഞ മനുഷ്യനാണ്. അപ്പൊ പുള്ളി ഒരിക്കലും തന്നെ ഞങ്ങളൊരിക്കലും, കാരണം സിനിമ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സാധനം നിന്നാൽ, കാരണം നമുക്കറിയാം എത്രയോ നടന്മാരുടെ മക്കൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഒന്നും എവിടെ എത്താത്ത കുറെ പേരുണ്ട്. ആക്ടേഴ്സിന്റെ മക്കളുണ്ട്, അവരൊക്കെ സിനിമ ആഗ്രഹിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതൊരിക്കലും നമ്മളൊരു ഗവൺമെന്റ് ജോലി പോലെയോ അല്ലെങ്കിൽ എല്ലാ കാലം വരുമാനം ഉണ്ടാവില്ല. ഇന്നിപ്പോ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ വീട് പോലും വാടക കൊടുക്കൂല. വീട് വാടക കിട്ടില്ല, പെണ്ണ് കിട്ടില്ല, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പ്രത്യേകിച്ച് സിനിമാക്കാരെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വാടക കിട്ടാത്തതിന്റെ മെയിൻ സാധനം ഹൈബ്രിഡ് മറ്റേ പ്രശ്നമുണ്ടോ, മറ്റേ MD ആണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. പെണ്ണ് കിട്ടാത്തതിനും പല കാരണമാണ്. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ജോലി ഉള്ള സമയത്തുണ്ട് എന്നല്ലാതെ നമുക്ക് കഴിവുള്ളത് കൊണ്ടൊന്നും നമ്മളിന്ന് നിലനിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ചിലപ്പോൾ കഴിവുണ്ടെങ്കിലും നമുക്ക് അതിനൊരു കുറുക്ക് വഴിയും അതിൻ്റെ കളത്തരങ്ങളൊക്കെ ഉണ്ട് നിലനിന്ന് പോകാൻ. ഞാൻ കൂടുതലും പഠിച്ചത് അതാ, അതുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. ഇതും പഠിക്കണം. ഭയങ്കര നല്ല മനുഷ്യനായാലും കാര്യമില്ല സിനിമയിൽ. അങ്ങനെയുള്ള ആൾക്കാർ കഴിവുകൊണ്ട് ചിലപ്പോൾ പുറത്തിരുന്നെന്ന് വരും. അപ്പം ഇതിലൊക്കെ ഒരു കളത്തരമുണ്ട്, ഒരു ട്വീക്ക് ഉണ്ട്. ആ ട്വീക്കും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത്തരം കളത്തരമൊന്നും അറിയാത്ത എന്നെ കുറിച്ച് അച്ഛനും വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ലോക കള്ളനാണെന്ന് പിന്നെ പഠിച്ചത്. സത്യം, ശരീരം ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടമുണ്ടല്ലോ. നമ്മൾ വലിയുമ്പോൾ ഇത്ര തന്നെ കഷ്ടമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബോഡിയെ കുറിച്ചാണ് നിങ്ങളിപ്പോ ചോദിച്ചത്. അത് ചർച്ച ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. എന്നെക്കാളും തടിച്ചു അതിലുള്ള ബാക്കിയുള്ള അജുവൊക്കെ. അപ്പൊ പുള്ളി തന്നെ ഇപ്പൊ ഒന്നും ഉരുണ്ടിരിക്കുക. ഞാൻ പുള്ളിയെ നോക്കുമ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടാണ്. അപ്പോ അതുപോലെ ഇരിക്കുന്നത് നീരജ് മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ പാട്ടും മറ്റേ അതിനിടയിൽ ഒരു NJ ആയി മാറി, റാപ്പറൊക്കെ ആയി മാറിയിട്ട് അവനിപ്പം ഈ ഇന്ത്യയിൽ കിട്ടാനില്ല, പല വിദേശ രാജ്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് അഭിനയം വലിയ അഭിനിവേശമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് താല്പര്യം വന്ന സിനിമയിൽ വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തോടുകൂടി അഭിനയത്തോടൊരു ചെറിയൊരു നിർത്തി വെച്ചിട്ട് ഞാൻ ഫിലിം ഡയറക്ഷനിലോട്ടൊക്കെ പോവാം തിരിച്ച്. അപ്പൊ അതുകൊണ്ട് അതെ പറയാം, അതുകൊണ്ടാണ് തടി പിന്നെ അങ്ങനെ പോട്ടെന്ന് വെച്ചു. പിന്നെ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ആ കൺസേൺ ഞാൻ നല്ല കാര്യമാണ്. കാരണം കേരളത്തിലുള്ള കുറെ പ്ലേയേഴ്സിന് കളിക്കാൻ ചാൻസ് കിട്ടാനായിരുന്നു. ISL ഇപ്പൊ എല്ലാ മലയാളികൾക്കും കളിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ടോ? അപ്പൊ അതില് ഈ മലയാളികൾക്ക് കളിക്കാൻ നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. കുറെ ഇപ്പൊ കേരള പോലീസിനായാലും ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ടീം ആദ്യം കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫെഡറേഷൻ കപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ പോയിട്ട് ഡെത്ത് കളിക്കുക, ഡൂറൻ കപ്പ് കളിക്കുക, അത് കളിക്കാൻ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെ, പഴയ ആൾക്കാർ എഴുത്തിലൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അന്ന് കേരള പോലീസിന് കുറെ കളികളുണ്ടായിരുന്നു. അത് നല്ലൊരു ടീമായിരുന്നു കേരള പോലീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടീമിന് കളിക്കാൻ ഒരു ചാൻസ് ഇല്ല, ടൂർണമെന്റ് ഇല്ല. ആകെ നമ്മുടെ ISL ഐ ലീഗ്, പിന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ വന്നിട്ടുള്ളതാണ് ഈ സൂപ്പർ ലീഗ് ഒക്കെ. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ കുറെ ചാൻസ് കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത്. രണ്ടാളോടും ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ കൂടെ താരായാലും താരായി ഞാനാ വിജയേട്ട അഭിനയത്തിലൂടെ താരായാൽ എങ്ങനെ? അടിപൊളിയായിരിക്കും. ബാഴ്സലോണയ്ക്ക് വേണ്ടി മിനിമം കളിച്ചാണ്. എന്റെ ഇപ്പൊ ഫണ്ട് ഉണ്ട്, സ്വന്തമായി പോയി ട്രെയിൻ ചെയ്യും.
പണ്ടല്ലേ പ്രശ്നം ചേട്ടാ. പണ്ടാണ് ഫുട്ബോളാണ് ഇതിന്റെ വഴി എന്ന് തീരുമാനിച്ചു. പിന്നെ അതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, എന്റെ സൈഡില് ഗ്രൗണ്ടാണ്. അപ്പൊ എപ്പോഴും ഞാൻ ഗ്രൗണ്ടിൽ പോകും. അപ്പൊ അവിടെ കളിക്കാൻ വരുന്ന ആള് ചാക്കോളോ ട്രോഫി ടൂർണമെന്റ്, അപ്പൊ JCD അതുപോലെ മോഹൻബ അങ്ങനത്തെ ടീമുകൾ കളിക്കാൻ വരും. അപ്പൊ അവര് പന്ത് പോകുന്നത് ഇവിടുന്ന് പെറുക്കിട്ട് കൊടുക്കലാണ് പണി. അപ്പൊ ഫുട്ബോള് എന്റെ ഏരിയ എന്ന് പറഞ്ഞില്ലേ, എന്റെ കസിൻസും ഒക്കെ പന്ത് കളിക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പന്ത് കളിക്കാൻ മാത്രം അറിയുണ്ടാകുമെന്ന് പറഞ്ഞത്. അവിടെയുള്ള ഒരുവിധം എന്റെ ചേട്ടന്മാരായും പന്ത് കളിക്കാറുണ്ട്. അപ്പൊ ആ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കൊളുത്തുമ്പടത്തുന്ന സ്ഥലത്ത് ജനിച്ചത്. നമുക്ക് എന്താ ഇഷ്ടമെന്ന്, എനിക്ക് പന്ത് കളിക്കാൻ ഇഷ്ടം തന്നെ പാരൻസ് ഒന്നും പറയുന്നില്ല. പൊക്കോട്ടെ, അവനത് ഇഷ്ടം, അവന് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തുള്ള പാരൻസ് അതൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ്. നമ്മൾ ബലമായിട്ട് പിടിച്ചെടുത്തപ്പോഴാണ് അവരുടെ ഇഷ്ടത്തിന് അവര് പോകുന്നത് അല്ലേ. അങ്ങനെ മനസ്സിലാക്കണം. അവർക്കുള്ള ഇൻട്രസ്റ്റിന് അവര് അങ്ങോട്ട് വിടാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ധ്യാനം എന്താ പറയുന്നതിനെ കുറിച്ച് ധ്യാനം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. കാരണം ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് അവരെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു IM വിജയനേ ഉള്ളൂ ഇന്ത്യയിൽ. എല്ലാരും IM വിജയനാവൂല. അപ്പൊ അവരെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു കഴിഞ്ഞാല് ചിലപ്പോ കൈവിട്ടു എന്നെ പോലെ. അതെന്താന്ന് പറയാ, ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു അവിടെ നമ്മുടെ തൃശ്ശൂർ പോലീസിലപ്പോൾ ASI ആയിരുന്നു. തിരിച്ചു വന്ന് പറഞ്ഞായിരുന്നു, കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നാൽ പോലീസിന് വേണ്ടി ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ലുലൂരിൽ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ വിജയൻ സാറും സത്യ മേഡം നിൽക്കേണ്ടായിരുന്നു അവിടെ. അപ്പോൾ IPS ഓഫീസിന് ഒരു മീറ്റാണ്, മീറ്റ് നല്ലൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാ ഇന്ത്യയിൽ നല്ല IPS ഓഫീസേഴ്സും പെണ്ണുങ്ങളും കാണാനൊക്കെ വന്നിട്ട്, അപ്പോൾ ബംഗാളിന് IPS ഓഫീസ് പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഇവര് ഞങ്ങളുടെ കളി കാണാൻ വേണ്ടിയിട്ട് മോഹൻബാലിൽ കളിക്കുമ്പോൾ ഞങ്ങളുടെ കളി കാണാൻ വേണ്ടിയിട്ട് അവര് ആൾക്കാരൊക്കെ തോന്നാത്ത ആ സമയത്ത് IPS ഓഫീസേഴ്സാണ് ഇവിടെ വന്നത്. ഞാൻ കളിയൊക്കെ നിർത്തിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്ത് ഇവിടെ ചോദിച്ചു. ആ ചോക്കിന് സന്ധ്യയോടും വിജയ സാറും യൂണിഫോമിൽ എന്നോട്. ഞാൻ പറഞ്ഞു, ഡ്യൂട്ടിക്ക് വന്ന നീ ഇപ്പൊ ഡ്യൂട്ടി ചെയ്തിട്ട് കേരള പോലീസ് നന്നാക്കൊന്നും വേണ്ട, ഈ ഒരു കാര്യം ചെയ്യും. കമ്മീഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മീഷൻ ഓഫീസ് ഉണ്ട്. അന്നാള് അവിടെ കമ്മീഷണറാണ്, അത് വിജയ സാറ്. അവിടെ കുറെ കുട്ടികൾ വന്നിരിക്കുന്നു. കുറെ കൊല്ലായിട്ടാണ് കുട്ടികളെ ഫസ്റ്റ് ജോയിൻ ചെയ്ത കൊല്ലാണ് പോലീസിൽ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ജോയിൻ ചെയ്തത് 2011 കുറെ പോയി. ആ ഒരു ക്യാമ്പ് ഇട്ടാവട്ടത്തുള്ള ഒരു 3 കിലോമീറ്റർ സൈക്കിളും പിള്ളേർക്ക് വരാൻ പറ്റുന്ന വിധത്തിൽ 3 കിലോമീറ്ററിനുള്ളിലാണ് ആ പിള്ളേരിനെ നമ്മൾ അവിടെ പോകുന്നത്. പക്ഷെ നമ്മൾ പോലീസുകാരും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർക്കൊക്കെ നല്ല സ്പോൺസേഴ്സിന് കിട്ടും. നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സ്പോൺസറിന് കിട്ടുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അവർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പോൺസേഴ്സ് ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഡിസ്ട്രിക്ട് പോലീസിൻ്റെ പിള്ളേരുണ്ട് പന്ത് കളിക്കുന്നവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന സാധനം 500, 200, 300 കിട്ടുന്ന പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് പാലും മേടിച്ചു കൊടുത്ത് ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വിജയ സാറിന് ഭയങ്കര നിർബന്ധമാണ് പിള്ളേർ ഇത്തിരി പഠിക്കും വേണം, അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഇൻവോൾവ് ആവാൻ വേണം. അപ്പം ഞങ്ങൾക്ക് മാസത്തിൽ 1 മീറ്റ് ചെയ്യും പാരൻസിൻ്റെ പിള്ളേരുടെ കൂടെ. അപ്പോൾ അവർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പാരൻസ് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. ആദ്യം പിള്ളേർ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിരുന്നിട്ട് പല ഡ്രഗ്സും ഇതൊക്കെ അറിയാലോ, സിറ്റുവേഷൻ അറിയാലോ ആ സമയത്ത്. ഇപ്പോൾ അമ്മയച്ഛനൊക്കെ പറഞ്ഞു, സാറേ വിജയ സാറിൻ്റെ അടുത്ത് പറയാം, ഈ കോച്ചായിട്ട് അവിടെ നിൽക്കും. വിജയ സാറ് ഭയങ്കര സന്തോഷമുണ്ട് സാർ. എന്താ വെച്ചാൽ പറയാം, പിള്ളേരിപ്പോൾ 6 മണി വരെ ക്യാമ്പാണ്. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:30 ആകുമ്പോൾ ക്യാമ്പ് കൊടുക്കും. 6 മണി വരെ പ്രാക്ടീസ്. നേരെ വീട്ടിൽ പോകും, കുളി കഴിയും, കുറച്ച് പഠിക്കും, പുറത്തേക്ക് പോകാൻ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് കുറേ കൊല്ലമായി ഇപ്പോൾ. അപ്പം അതിൽ നിന്നാണ് കുറേ പ്ലേയേഴ്സ് ഡിസ്ട്രിക്ട് കളിച്ചു, സ്റ്റേറ്റ് കളിച്ചു, ISL കളിച്ചിട്ട് ബിപിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കളി അതൊക്കെ എടുക്കാൻ ഞങ്ങളുടെ ക്യാമ്പിൽ പോകാം. അപ്പം നമുക്ക് ഭയങ്കര സമാധാനമാണ് ഈ പാരൻസിൻ്റെ വർത്തനം കേട്ടപ്പോൾ. അപ്പം അവർക്ക് ചെന്നിരിക്കാനൊരു സ്ഥലം കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. ഞാനൊരു പോലീസുകാരനാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നത് മതി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറയും, ഒരു ജയിലിൻ്റെ ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്ന് ജയിലിൻ്റെ വാതിൽ അടയ്ക്കുന്നത് പറഞ്ഞാൽ ശരിയാണ്. കാരണം നമ്മുടെ അവിടെ ഒരു സ്ഥലത്ത് കടപ്പുറത്തുണ്ടായിരുന്നു ഒരു വോളിബോളൊക്കെ കളിക്കുന്ന പിള്ളേരുണ്ടാവും.
അവർ പള്ളിയിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വോളിബോൾ കളിക്കാൻ വേണ്ടി നെറ്റ് കെട്ടി പിള്ളേര് നെറ്റ് കെട്ടിയപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ആളുണ്ടാവില്ല, ക്ലബിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും, അത് ശരിയാവില്ല, ഇവിടെ ആൾക്കാർക്ക് നടക്കണ്ടാണ്, ആ പറ്റൂല പിള്ളേർ വേറെ സ്ഥലത്ത് കൊണ്ട് മണലെടുത്ത് കെട്ടിയപ്പോൾ നടക്കൂല, അത് ശരിയാവില്ല. പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല, ചെറിയ പിള്ളേരാണ് നമുക്ക് എല്ലാവരും. അവർ പിന്നെ വെള്ളമടിക്കാൻ തുടങ്ങി, ബീറൊക്കെ അടിക്കാൻ തുടങ്ങി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരും ഇത് വർത്താനം പറഞ്ഞ് രണ്ടാഴ്ച ഫിറ്റായി, അപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് അവരുകൊണ്ട് ജയിലിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്പോർട്സിന്റെ വാലം തുറന്നത് ജയിലിന്റെ വാലം അടയെന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് അവർ കളിക്കാൻ അനുവദിക്കാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛനാണ് ശരിയെങ്കിലും ഞാനിപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. അല്ല, അപ്പൊ തന്നെ പിറ്റേ ദിവസം തിരിച്ചറിവുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നമാണെന്ന് തിരിച്ചായിരുന്നു. കാരണം ഞാൻ എങ്ങനെ പറയാ, തലേദിവസം ഞങ്ങൾ രണ്ടുപേരും അടിച്ചത് ഒരേ സാധനമല്ല. തലേദിവസം അടിച്ച് പിറ്റേ ദിവസം ഞാൻ അടിച്ച് പ്രശ്നം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. തിരിച്ചറിവൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു. ഡ്രിങ്കിങ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത്. ജസീലേക്ക് മാറ്റുന്നു വാസിയുടെ. എന്റെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡാണ്. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ സിറ്റുവേഷനിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിലുള്ള ഒരു മൂവിയൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാനിപ്പം ഇതിലേക്കൊക്കെ ഡയറക്ഷനിലേക്ക് നോട്ട് ആകാൻ പോകുന്നു പറഞ്ഞു. ദുൽഖറിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടന്നത്. അപ്പൊ ആ രീതി റെയ്ഡിനെ പേടിക്കാതെ ഒരു നല്ലൊരു മൂവി എടുക്കാൻ പറ്റും, കാമ്പുള്ള ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് സിനിമ ഫീൽഡിൽ ഭാവിയിൽ ഉണ്ടെന്നുള്ളൊരു എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ല. അതൊക്കെ കൂടുതൽ എനിക്കറിയുന്ന ഫെമിനൊക്കെ ആയിരിക്കും ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാൻ പറ്റും. അല്ല, ഇപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് അത് ഓപ്പറേഷൻ നുംകൂർ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്പറേഷൻ. അത് കുറച്ച് ഇതായിട്ട് അതെനിക്ക് തോന്നുന്നു ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ചില ആന്റി നാഷണൽ അല്ലെങ്കിൽ നമ്മൾ ചില കമന്റുകൾ ഇടുന്ന ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്, മനസ്സിലായത്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ റൂളിംഗ് ഗവൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ റൂളിംഗ് ഇതിനെ കുറിച്ചോ പറയുമ്പോൾ അത് വളരെ സ്ട്രെയിറ്റ് ആകുമ്പോൾ അവരത് വളരെ ഒഫൻസീവായിട്ട് എടുക്കും. അപ്പൊ അവർ നമ്മൾക്ക് പണി തരും. ഓക്കെ, അത് നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച്. പക്ഷെ സിനിമ എപ്പോഴും പല പല സ്റ്റേജസിലൂടെ വരുന്നത്. സിനിമ ഇത്തരം സിനിമകളൊക്കെ സെൻസർ ചെയ്യപ്പെട്ടിട്ടാണ് വരുന്നത്. ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത് മിക്ക ഒഫീഷ്യൽസും പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ബേസിക്കലി റൂളിംഗ് പാർട്ടിയിലെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. അവര് സെൻസർ ചെയ്തതിന് ശേഷമാണ് ഈ സിനിമ റിലീസ് ആവുന്നത്, മനസ്സിലായി. അപ്പൊ അവിടുന്ന് ഒരു സെൻസറിങ് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ പല രീതിയിൽ ഇതിനെ കട്ട് ചെയ്ത് വരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഇനി പറഞ്ഞ പോലെ ആന്റി നാഷണൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്, പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഇൻഡിവിജ്വൽസ് ആണ് ചീത്ത വിളിക്കുന്നത്. പക്ഷെ ഒരു സിനിമ എടുത്ത് ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ അവർ ഒഫൻഡഡ് ആവും, അവർ സെൻസിറ്റീവ് ആവും. അപ്പൊ അതിനെ അത്തരം സിനിമകൾ എടുക്കരുത്. അല്ലാതെ തന്നെ നമുക്ക് വളരെ വളരെ വേറെ രീതിയിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇതിനെ വേറെ രീതിയിൽ അവർക്ക് പോലും മനസ്സിലാക്കാതെ നമുക്ക് സർക്കാസ്റ്റിക് ആയിട്ട് സിനിമകൾ പറയാം. അതിന് ബുദ്ധിപരമായി പറയണം, വളരെ ഡയറക്റ്റ് അല്ലാതെ ഇവർ നമ്മളെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അല്ല, നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ച് പറയും. അച്ഛനെ എപ്പോഴും എതിർത്തിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം തന്നെ തോന്നുമെങ്കിൽ ആ സമയത്ത് ചെയ്തിരുന്നല്ലോ. അപ്പൊ അച്ഛൻ എപ്പോഴും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കൃഷിയിലേക്ക് വരുമ്പോ അച്ഛന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളൊരു ഇതും കൂടെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊന്നുമില്ല. ഞാൻ എനിക്ക് കാണാൻ ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ പറയില്ലേ, യു ആർ എ മൗണ്ടൻ പേഴ്സൺ, അല്ലെങ്കിൽ കടൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കായൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, മലകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എനിക്ക് കാണാൻ എപ്പോഴും ഇഷ്ടം ഉള്ളത്, അല്ലെങ്കിൽ നമ്മള് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഈ പാടമാണ്. ഈ 110 ഏക്കർ പാടമാണ്. ഞാൻ കഴിഞ്ഞ 14 വർഷത്തോളം 13-14 വർഷം ഞാൻ അവിടെ താമസിക്കുന്നത്. അപ്പൊ എൻ്റെ കണ്ണിന് എനിക്ക് എപ്പോഴും കുളിർമ തരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ ആ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീനറി എന്ന് പറയുന്നത് പാടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ചോറാണ്. ഓക്കെ, ഇത് എങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ വെറുതെ പോയിട്ട് കടയിൽ വാങ്ങിക്കുന്നത് നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ ഈ പാടത്ത് കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് അച്ഛനാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൾച്ചറാണ് നാട്ടിൻപുറത്ത് കൊണ്ടുവരുന്നത്. കാരണം ഏകദേശം കഴിഞ്ഞ ദിവസം ഞാൻ
ഹൈബീഡൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഹൈബി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം 10,000 ഏക്കർ അല്ലെങ്കിൽ 10,000 ഏക്കറോളം സ്ഥലം പുറമ്പോക്ക് പോലെ കിടക്കുകയാണ്, ഇവിടെ കൃഷി ഇറക്കാൻ പറ്റാതെ. കാരണം ഇത് കർഷകർക്ക് ഫിനാൻഷ്യലി വയബിൾ അല്ല, പലർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കർഷകർക്ക് അത് ലാഭമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ പുറമ്പോക്കായിട്ട് കിടക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചില ആൾക്കാർ ഏറ്റെടുത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ കമ്പനികളായിരിക്കണം, ഇതുപോലത്തെ ബ്രാൻഡുകളായിരിക്കണം, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അരികളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കഴിക്കുന്നതൊക്കെ. അപ്പം ഇവിടെ കേരളത്തിൽ അതിന്റെ പല പല പ്രശ്നങ്ങളും നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ തൃപ്പൂണിത്തുറക്ക് അടുത്ത് കൊണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നെല്ലും മറ്റേ കുരുമുളകും മറ്റേ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആക്ച്വലി നമുക്കുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. അത്തരം റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറകിലോട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ. കാരണം ഇന്ന് സ്വിഗ്ഗിന്റെയും ഇൻസ്റ്റാമാർട്ടിന്റെയും കാലത്തൊക്കെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, സാധനം വീട്ടിലേക്ക് വരും, നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ടും ഞാൻ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാടത്തൊരു കൃഷി ഇറക്കുക എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ചെയ്തു തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം അച്ഛൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. മകന്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ഏട്ടനും അച്ഛനും. അതിലെ ഏട്ടന്റെ കുറെ സംഗതികളുണ്ട്, ഏട്ടനും അച്ഛനും തമ്മിലുള്ള. ആ സിനിമ എനിക്ക് ഓർമ്മയില്ല. അതിപ്പോ ധ്യാൻ പറയുമ്പോ ഏട്ടൻ ഇനി ധ്യാനെ ആയിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. സീരിയസ്ലി പറയാം, അപ്പൊ കുറെ അച്ഛനുമായിട്ടുള്ള അല്ലെങ്കിൽ എക്സാം എഴുതിയില്ല, ബിടെക് എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി എൻട്രൻസ് പരീക്ഷയ്ക്ക് വിട്ടിട്ട് പഠിക്കാൻ വിട്ടിട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഏട്ടൻ പറയാറുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നീ വീട്ടിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാറുണ്ടോ? ഒരു സിബ്ലിങ്സിന്റെ ഇടയിൽ വരുന്ന ടോക്കില് ഏതെങ്കിലും സിനിമകൾ സ്വാധീനിക്കാറുണ്ടോ? കഥാപാത്രങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, പുള്ളി അങ്ങനെ ജീവിതത്തിൽ നിന്നൊന്നും. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടം നീ നിന്റെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ എഴുതിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അച്ഛൻ അങ്ങനെ ഒരു അച്ഛനാണോ ആ പടം എഴുതിയത്? അല്ലല്ല, എനിക്കൊന്നുമില്ല, മകന്റെ അച്ഛൻ വേറെ ആരും എഴുതിയത്. അപ്പൊ അങ്ങനെ അച്ഛന്റെ സിനിമകളിൽ അങ്ങനെ